ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയകാല വില്ലന്മാരെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരു കണ്ണിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ ഒക്കെ വെച്ച് മറച്ചു വെച്ചുകൊണ്ട് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ കരുതിയിരുന്ന എന്താണ് ഈ വില്ലന്മാരെന്ന് പറയുമ്പോൾ മലയാളത്തിലാകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലാകട്ടെ ഈ വില്ലന്മാരെല്ലാവരും ഭയങ്കര അടിപിടി അക്രമം വയ്യവേലി ഇതിനിടയ്ക്ക് വെച്ച് വെടികൊണ്ടു എന്നൊക്കെയായിരുന്നു നമ്മുടെ ധാരണ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരത്തിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ഈ ഇന്ത്യൻ സിനിമകളിലേക്ക് ഇത് വന്നതെന്ന് പറയുന്നത് അമേരിക്കയിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള കരീബിയൻ കൊള്ളക്കാരായിട്ടുള്ള അതായത് പൈറേറ്റ്സിൽ നിന്നാണ് ഈ സാധനത്തിനെ കോപ്പി. പൈറേറ്റ്സിൽ നിന്നും ഹോളിവുഡ് സിനിമ ഇതിനെ കോപ്പി അടിച്ചു. ആ കോപ്പി അടിച്ചതിനെ ഇന്ത്യൻ സിനിമ കോപ്പി അടിച്ചു. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ അറിയണം. പൈറേറ്റ്സ് എന്ന് പറയുന്നത് കടൽ കൊള്ളക്കാരാണ്. അവരെന്താണ് ചെയ്യുന്നതും അതിന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയ വള്ളത്തിലോ ബോട്ടിലോ ഒക്കെ കൊണ്ടുവരിക, എന്നിട്ട് വളരെ പെട്ടെന്ന് ഇതിനെ കപ്പലിലേക്ക് എങ്ങനെയെങ്കിലും എൻ്റർ ചെയ്തതിന് ശേഷം ഇവർ ആക്രമിച്ച് കീഴടക്കുക. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രത്തോളം താമസിക്കുന്നു അത്രത്തോളം ഇതിൻ്റെ വിജയസാധ്യത വളരെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സയൻസ് എന്താണെന്ന് അറിയുന്നത്. നമ്മുടെ കണ്ണുകളിൽ രണ്ട് ടൈപ്പിലുള്ള സെല്ലുകളാണുള്ളത്. ഒന്ന് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് ഇരുട്ടത്ത് വർക്ക് ചെയ്യുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പകൽ വെളിച്ചത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വളരെ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു തിയേറ്ററിലോട്ട് പോയി കയറുമ്പോഴേ ആദ്യമായിട്ട് കയറുമ്പോൾ നമുക്കൊന്നും പിടികിട്ടത്തില്ലല്ലോ. അപ്പോൾ ഒരു 10-25 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുറ്റുപാട് ഇരിക്കുന്നവരെ അറിയാം, നമുക്ക് കാണാം, തിയേറ്ററിൽ എത്ര പേരുണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ കണ്ണിന് ആ ലൈറ്റുമായി നമുക്കൊന്ന് താതാമ്യം പ്രാപിക്കുന്നതിന് ഒരിച്ചിരി സമയം വേണം. ഈ സമയം കിട്ടാൻ വേണ്ടിയാണ് അവർ ഒരു കണ്ണിനെ ഓൾറെഡി ഇരുട്ടത്താക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് സെക്കൻഡുകളുടെ ഗ്യാപ്പ് വേണ്ട. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു കപ്പലിലേക്ക് ഇറച്ചി കയറുമോ, അവിടെ വെടി വെക്കുക, അടിപിടി ഉണ്ടാക്കുക, ഇതിനകത്ത്. അപ്പോൾ പണ്ടൊന്നും ഭയങ്കര ഇലക്ട്രിഫൈഡ് ഒന്നും ആയിരുന്നില്ല അന്നത്തെ കടൽ, അതായത് അന്നത്തെ ഷിപ്പും അതുപോലുള്ള കാര്യങ്ങളൊന്നും അത്രത്തോളം ഇലക്ട്രിഫൈഡോ വലിയ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ ഇരുട്ടിലേക്ക് അവർ കയറുമ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ കയറുന്നതിൻ്റെ കൂട്ട് അവിടെ കയറി അവിടെ നിൽക്കുന്ന പട്ടാളക്കാരുടെ എനിക്ക് ഒന്നും കാണാൻ വയ്യാതെ വെട്ടമൊക്കെ ശരി കഴിയുമ്പോഴത്തേനും ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പോൾ അതിന് ഈ കണ്ണിനെയും കണ്ണിൻ്റെ ആ കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റുന്ന സാധനത്തിനെ വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഇവരെ കാണാൻ വേണ്ടിയാണ് അന്ന് കാലത്ത് ഈ കൊള്ളക്കാർ എന്ത് ചെയ്തിരുന്നത്, ഒരു കണ്ണിനെ അടച്ചു വെച്ചിരുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് തെട്ട് കയറിയാൽ ഉടൻ തന്നെ ഇത് പൊക്കുന്നു. അപ്പോൾ തന്നെ കണ്ണ് നമ്മൾ നോർമലി ഇപ്പോൾ കാണുന്നത് പോലെ തിയേറ്ററിനകത്തൊക്കെ നമ്മൾ പറഞ്ഞത് അതേപോലെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ മണ്ടന്മാരായിട്ടുള്ള നമ്മളെന്തോ ചെയ്തിരുന്നത്, നമ്മൾ ഓപ്പൺ എയറിൽ നിന്ന് അടി കൂടുമ്പോഴും നമ്മുടെ ബിൽഡിങ്ങിനകത്ത് നിൽക്കുമ്പോഴും വെളിയിൽ നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം നമ്മളിത് വെച്ചുകൊണ്ട് നടന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സിനിമക്കാർക്ക് അറിയില്ലായിരുന്നു എന്താണ് ഈ കണ്ണ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.